നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതിന് നമുക്ക് അരി കുതിർത്തേണ്ട അരയ്ക്കേണ്ട അതൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ. അതിനായിട്ട് നമ്മൾ ഒരു അര കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. അത് പൊടിച്ച ശർക്കരയാണേ. അത് നമ്മൾ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഉരുക്കി അരിച്ചെടുക്കുക. പിന്നെ നമുക്കിത് വേണ്ടത് മൈദയാണ്. 1.5 കപ്പ് മൈദക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇതിൻ്റെ അളവ്. 1.5 കപ്പ് മൈദയ്ക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുക. അതിലോട്ട് നമ്മൾ ഈ ഉരുക്കി അരിച്ച ശർക്കര പാനി ഒഴിക്കുക. പിന്നെ നമുക്ക് ഇതിന് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ നെയ്യിൽ വറുത്തിടാം കേട്ടോ. തേങ്ങ ഇടാം, തേങ്ങ കൊത്തിടാം, പിന്നെ നമുക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലോട്ട് അരമുറി തേങ്ങ നെയ്യിൽ വറുത്തതാണ് ഇടുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ ശർക്കര പാനി ഉരുക്കാൻ വെച്ചല്ലോ, അത് നമ്മൾ അരിച്ച് നമ്മളൊരു പാത്രത്തിൽ നമ്മൾ എന്തിലാണോ മാവ് കുഴയ്ക്കുന്നത് ആ മാവിൻ്റെ പാത്രത്തിലോട്ട് ഇട്ടിട്ട് അതിനുശേഷം നമുക്കിതിവിടെ 5 പഴമാണ് വേണ്ടത്. 5 പഴം ഞാൻ എടുത്തിട്ടുണ്ട്. അത് ചിങ്ങം പഴം റോബസ്റ്റാണ് എടുത്തേക്കണത്. അപ്പോൾ നമ്മുടെ നെയ്യിൽ വറുത്തിരിക്കുന്ന തേങ്ങ, 1 ഗ്ലാസ് പാല്, തേങ്ങാപ്പാലാണ് 1 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. അത് തിക്കായ പാലെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ 5 പഴം നമ്മൾ ഇതിലോട്ട് വെച്ചു. അതിനുശേഷം നമ്മൾ ശർക്കര പാനി ഒഴിച്ചു അതിലോട്ട്. പിന്നെ നെയ്യിൽ വറുത്ത തേങ്ങ അതിലോട്ടിട്ട് കുറച്ച് ഉപ്പ് വേണം കേട്ടോ. ഓൾറെഡി നമ്മുടെ ശർക്കരയ്ക്ക് കുറച്ച് ഉപ്പുണ്ടാകും. അന്നേരം നമ്മൾ നേരെ ഉപ്പിട്ടിട്ട് നന്നായിട്ട് അത് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മൾ മിക്സിയിലടിക്കണമെങ്കിൽ മിക്സിയിലിട്ട് ചെയ്യാം. ഞാനിവിടെ കൈ കൊണ്ടായിട്ടാണ് ബാറ്റർ കുഴച്ചെടുത്തേക്കണത്. എന്നിട്ട് ആ ബാറ്റർ ഇതേപോലെ ഇങ്ങനത്തെ ഒരു നല്ല ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് കിട്ടും. പിന്നെ ഞാനിവിടെ നെയ്യാണ് ഒഴിച്ചേക്കണം. നമുക്ക് ഏത് സൺഫ്ലവർ ഓയിലോ എന്തിൽ വേണമെങ്കിലും നമുക്കിത് വറുത്തെടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ നെയ്യിലാണ് കേട്ടോ വറുത്തെടുക്കുന്നത്. നമ്മൾ സ്പൂണിൽ നമ്മളിങ്ങനെ വന്നു കഴിയും നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ്. 5 പഴമോ അല്ലെങ്കിൽ 4 പഴവും നമുക്കിതിലെടുക്കാം കേട്ടോ. അതിൽ കൂടാൻ പാടില്ലേ. നല്ല ടേസ്റ്റി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടവും. ഭയങ്കര സോഫ്റ്റാണ് ഈ ഉണ്ണിയപ്പം. കണ്ടില്ല, നല്ല ബോൾ ഉരുണ്ട പോലെ ഇങ്ങനെ തന്നെ ഇരിക്കും. നല്ല ഇതില്ല കേട്ടോ. അപ്പം നമ്മുടെ കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടുള്ള 10 മിനിറ്റ് കൊണ്ട് ഇപ്പോൾ ഗസ്റ്റ് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതുണ്ടാക്കാൻ സാധിക്കും കേട്ടോ.